ഇവിടെ നിന്ന് തുടങ്ങാം, ഇങ്ങനെ തുടങ്ങാം. ഗൈസ്, അപ്പൊ നമ്മള് കണി വെക്കാൻ പോവാണ്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. നമ്മൾ രാത്രി ഒന്ന് കണി വെക്കാൻ പോകുന്നു. എന്നിട്ട് നാളെ രാവിലെ നമ്മള് കണ്ണനെ കാണും. അപ്പോൾ നമുക്ക് കണി വെക്കാം. അപ്പൊ ഞാനും ചോട്ടൂടാണ് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ചോട്ട് ബാക്കിൽ നിന്ന് ക്യാമറയുടെ ബാക്കിൽ നിൽക്കുകയാണ്, ക്യാമറയിലേക്ക് വരുന്നില്ല. അപ്പൊ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. സാധനം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തുറക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ വെക്കുന്നത് മെയിനായിട്ട്. നമുക്ക് ആദ്യം ജാക്ക് ഫ്രൂട്ട് വെക്കാം. ചക്ക, നമ്മുടെ സ്വന്തം പ്ലാവിലെ കുഞ്ഞു ചക്കയുണ്ട്. ചക്ക നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ നമുക്ക് ആപ്പിൾ, മാങ്ങ, പച്ചമാങ്ങയാണ് കിട്ടിയത്. പഴങ്ങളൊക്കെ വെക്കാം. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ചക്ക, മാങ്ങ, ഇത്ര ഐറ്റംസ് ആണ്. പിന്നെ കിഴങ്ങ്, മലക്കറി കൊണ്ടില്ലേ, എല്ലാം ഉണ്ട്. ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം മുന്തിരി. പിന്നെ അതിപ്പോ വേണ്ടേ? ലാസ്റ്റ് അല്ലേ കണക്ക് ലാസ്റ്റ് വെച്ച പോലെ. ഇനി ഇതെന്ത് എന്തായിരുന്നു? പട്ടോ? സെറ്റ് സാരി. അതൊക്കെ കട്ട് ചെയ്യണേ. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ പുടവ വെക്കാൻ പോകണം. ഇവിടെ വെക്കല്ലേ? അപ്പൊ പൈസ ഇവിടെ വെച്ച് നമ്മള് വെറ്റയും പൈസയും വെക്കാൻ പോകും. ഇങ്ങോട്ടല്ലേ അമ്മ? പൈസ എന്റെ നോട്ടും പൈസയും ഇതൊക്കെ എന്റെ ഐഡിയാസ് ആണ്. അപ്പൊ ഇത്രയും സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ കണ്ണനെയും കൂടെ ലാസ്റ്റ് വെച്ച് ഫൈനൽ നമ്മള് കണക്കൊന്ന് വെക്കാൻ പോകും. വിളക്കും വെക്കാം. ഇപ്പം കണി സെറ്റ് കഴിഞ്ഞ് രാവിലെ നമുക്ക് ഫുള്ള് ഫൈനൽ ലുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ രാവിലെ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. കണി കാണാൻ പോവാണ്. ആദ്യം ഞാൻ കണി കാണാൻ പോകുന്നത് ആദ്യം. അപ്പം വിളക്കൊക്കെ കത്തിച്ച് നമുക്ക് ഐശ്വര്യമായിട്ട് കണി കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചെറിയൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. രാവിലെ നമ്മൾ ഇപ്പം ഇറങ്ങാൻ പോവാണ്. അപ്പം നമ്മളൊരു വയലിലേക്കുള്ള പാടത്തേക്ക് പോവാണ്. പാടത്ത് നെല്ല് കൊയ്തൊന്നും അറിയത്തില്ല, നോക്കാം. നമുക്ക് പോയി അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിഷുവിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പൊന്നുവിന്റെ ഔട്ട്ലുക്ക് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ പ്ലീസ്. നമുക്ക് റെഡിയാ അല്ല പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ ഏതോ ഒരു പാടത്തെത്തിയിട്ടുണ്ട് ഗൈസ്. പൊന്നുണ്ട്, ഒന്നും പറയണ്ട. ഓക്കെ ഓക്കെ, ഞങ്ങൾ ആദ്യം സൈറ്റ് കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടുത്തെ നെല്ലെല്ലാം അരിഞ്ഞുകൊണ്ട് പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇങ്ങനെ വയൽ തപ്പിക്കൊണ്ടിരിക്കുക.
അപ്പം എന്തായാലും വന്നില്ല, 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. മൊത്തം അരിഞ്ഞ് തള്ളി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് പാടത്ത് വന്ന് നിൽക്കുകയാണ്. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു, പക്ഷെ ഭയങ്കര വെയിലായോണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. അപ്പൊ പിന്നെ പൊന്നിന് മാത്രം എടുത്തിട്ട് നമ്മൾ പോയി. നമുക്ക് തിരിച്ചു പോകാം. പാടം നമ്മളെ ചതിച്ചു കളഞ്ഞു ഗൈസ്. നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ചോട്ടു ആണെങ്കിൽ പുറത്തോട്ട് പോയിട്ടുണ്ട് കൂട്ടുകാരുടെ കൂടെ. ഇപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കണക്ക് വീഡിയോ ഒന്നും ഒത്തില്ല, എന്നാലും നമ്മൾ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോസ് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫോട്ടോസ് കുഴപ്പമൊന്നുമില്ല, ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ എടുത്തത്. പിന്നെ വിഷുവായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഇനി ഫുഡ് കഴിക്കണം, കുറച്ച് പായസമൊക്കെ കുടിക്കണം. അപ്പോൾ അതെല്ലാം കാണിക്കാം. അപ്പം ഇന്നത്തെ ഒരു ഡേ ഫുള്ള് നമ്മൾ കാണിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും എന്തായാലും ഒന്നുകൂടെ ഹാപ്പി വിഷു. ഈ വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇന്നോ നാളെ വെച്ചിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഫുൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണുക. ഓക്കെ, ബാക്കി പിന്നെ. അപ്പോൾ ഗൈസ്, ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. പൊന്നു നെക്സ്റ്റ് പായസം ഉണ്ടാക്കുകയാണ് ഗൈസ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസം വെഡിങ് ആനിവേഴ്സറിയുടെ വിഷുവിന് പായസം. വിഷു കഴിഞ്ഞ വട്ടം വിഷുവിനാണ് ഗൈസ് നമ്മുടെ കല്യാണം നടന്നത്. പിന്നെ ഡേറ്റ് മാറിപ്പോയി. ആഘോഷിക്കുക. പായസം വെച്ച് ഇച്ചിരി തോരൻ വേവുന്നുണ്ട് ഗൈസ്. ചോറ് കൊണ്ടണം, പായസം കുടിക്കണം. ഓക്കെ, സെറ്റ് ആക്കിട്ട് കാണാം. അത് കഴിഞ്ഞ് നമ്മള് വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ട് ഗൈസ്. അതും കൂടെ ചെറിയൊരു ക്ലിപ്പ്. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം, പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു അമ്പലം ഉണ്ടല്ലോ, കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. നമ്മൾ അവിടെയും പോകുന്നുണ്ട്. അതെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി കഴിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മള് രാവിലെ പോണ്ടായിരുന്നു, ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ പോയാൽ മതിയായിരുന്നു. അതാകുമ്പം കുറച്ചുകൂടെ ഇത് വെയിലിന്റെ ഇതൊക്കെ കുറയുന്നു. ഭയങ്കര പൊന്നിനാന്ന് വെയിലൊട്ടും പറ്റത്തില്ല. അപ്പം വീഡിയോക്ക് എടുത്തപ്പം വലിയ വെട്ടമൊന്നും ഇല്ലായിരുന്നു കേസ്. വെയിൽ കാരണം ഒന്നും പറ്റിയില്ല. അപ്പൊ ഉള്ളതൊക്കെ കൊണ്ട് അങ്ങ് സെറ്റ് ആക്കി. ഓക്കെ, പൊന്നിവിടെ കിടന്ന് കോക്കറ കുത്തുവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വിഷുവായിട്ട് നല്ല പുളിപ്പും മീൻകറിയും അച്ചാറും തോരനും കൂട്ടി നമ്മളൊരു കിളി വിളിക്കണം ഗൈസ്. അതെ, പായസം പിടിക്കുന്നില്ലേ പൊന്നു? പായസം ഓൺ ദ വേ ആണ്. ഞാൻ എന്നാ പോയി ഇച്ചിരി പായസം എടുത്തിട്ടോട്ടെ. ഓക്കെ, നമ്മൾ പായസം എടുക്കാൻ പോകുകയാണ്. ഓക്കെ, പായസം വെട്ടി തിളക്കിയോ പൊന്നുവേ? ഗൈസ്, അപ്പൊ നമുക്ക് പൊന്നുവിന് നമ്മുടെ പായസം കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പായസം കുടിക്കാം ഗൈസ്. എന്നിട്ട് ഇനി എന്താ പരിപാടി? വൈകിട്ട് റെഡി ആയിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം. ഓക്കെ, ഗണപതി അമ്പലത്തിൽ. ഗൈസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയേക്കുവാണ്. 2-3 ദിവസം കൊണ്ട് ഫുള്ള് നമ്മൾ അമ്പലത്തിലാണ് ഗൈസ്. അപ്പോൾ അമ്മ നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പുറത്തെ ജംഗ്ഷനിൽ. അപ്പോൾ ചോട്ട് തന്നെ അങ്ങോട്ട് കൊണ്ടാക്കും. അപ്പോൾ ഞാനും അമ്മയുടെ അമ്പലത്തിൽ തൊഴുവാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമുക്ക് പോയിട്ട് വരാം. ഗൈസ്, ഞാൻ അമ്പലത്തിൽ പോകുന്നില്ല ഗൈസ്. അമ്മയും അവളും മാത്രമാണ് ഗൈസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നലത്തെ വിഷുവിൻ്റെ ബാക്കിയാണ് ഗൈസ്. നമ്മൾ രാത്രി അത് കഴിഞ്ഞ് ഒന്നും എടുത്തില്ല ഇല്ലേ പൊന്നു? ഇവര് നേരെ അമ്പലത്തിൽ പോയി ഗൈസ്. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ലായിരുന്നു, അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവര് പോയിട്ട് വന്നപ്പോൾ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നായിരുന്നു ഗൈസ്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇന്നലെ കാണിച്ചില്ല ഗൈസ്, കാണിക്കാൻ പറ്റിയില്ല. ഇവര് പരിപാടിയൊക്കെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയി. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ്. പിന്നെ ക്ഷീണം കാരണം ഉറങ്ങി ഇവരൊക്കെ. അപ്പം ചെടിയൊക്കെ ഒന്ന് കാണിച്ചിട്ട് വൈൻഡപ്പ് ആക്കാന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ, ഉടുക്കത്ത വെയില ഇവിടെ.
ഇത് ഞാൻ നട്ടില്ല, ഇവിടെ കമ്പ്യൂട്ടർക്ക് മാറ്റി വെച്ചേക്കുക. ഈ സൈഡിലോട്ട് ഏതൊക്കെ വെച്ചേക്കുക. ഒരു മഞ്ഞ റോസ, പിന്നെ എടുത്ത് കാണിക്കേ. ഒരു മഞ്ഞ റോസ, അതാണ്ടേ ഒരു മഞ്ഞ റോസ നമ്മൾ വാങ്ങിച്ച്. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഒരു നല്ല മണമുള്ളൊരു പൂവല്ല, ഒരു ഇലയാ, മണമുള്ള ഇലയാ. ഇതിങ്ങനെ വിരിഞ്ഞിരിഞ്ഞ് നിൽക്കും. അത് ചെയ്ത്. പിന്നെ പിച്ചിപ്പൂവിൻ്റെ പിച്ചി ഇവിടെ എല്ലാം ഉണങ്ങി. ഇത് നട്ട് എന്താവും നമുക്ക് അറിയത്തില്ല, എന്തായാലും നട്ട് നോക്കണം. പിന്നെ ഒന്നും ഒരു ഓറഞ്ച് റോസയും കൂടെ. ഇതെല്ലാവരും നട്ടാ കിളിക്കുന്നൊക്കെ പറയാൻ അറിയത്തില്ല എനിക്ക്. ഈ ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് ബഡ്ഡിങ് റോസ് ആയില്ലേ അങ്ങനെ വാങ്ങിയത്. ഇത്ര എന്താവും അറിയത്തില്ല, നമുക്ക് നോക്കാൻ കിളിക്കോ ഇല്ല. എന്തായാലും നമ്മൾ നടുന്നുണ്ട്. നടുന്നത് നമ്മൾ എന്തായാലും നിങ്ങളെ കാണിക്കാതെ. പിന്നെ നമുക്ക് അപ്പുറത്ത് നമ്മുടെ 10 മണി കിളിച്ചിട്ടുണ്ട്. വേണ്ടേ, പുതിയ 2 വെറൈറ്റി കിളിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, ആ വെള്ളം ഇങ്ങ് വാടിപ്പോയി. ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ. ഇത് ഇന്നത്തെ ഈ റോസ്, കുഞ്ഞു റോസ്. നമ്മുടെ പൂക്കള് വിരിയുന്നില്ലെന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പൂക്കളൊക്കെ വിരിഞ്ഞു അതങ്ങോട്ട് എടുത്ത് വെച്ചേരാ തിരിച്ച്. തണലത്ത് വെക്കണം, ഇല്ലെങ്കിൽ മൊത്തം വാടിപ്പോയി വരുമ്പോഴത്തേക്കും. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ആക്കുവാണ് ഗൈസ്. നമ്മുടെ വിഷുവിൻ്റെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു. ചെറുതായിട്ട് ഉള്ളൊരു ഇതേ ഉള്ളായിരുന്നു. നമ്മള് നല്ല വെയിലുണ്ട്, നല്ല പൊരിഞ്ഞ വെയിലും. ഇനി നമുക്ക് ഇങ്ങോട്ട് തണലത്ത് ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ എന്തായാലും നമ്മൾ നിർത്തുവാണ്. പിന്നെ എന്ത് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ 79K ആയിട്ടുണ്ട് ഗൈസ്. ഇനി അപ്പം എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെൽ ബട്ടനൊക്കെ അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ വിഷു ഒക്കെ കഴിഞ്ഞു. ആദ്യത്തെ വിഷു ആയിരുന്നു. അതുപോലെ നമ്മുടെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നന്നായിട്ട് കഴിഞ്ഞു, സന്തോഷം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി, അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ഇടുക. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.